ഹലോ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇഫ്താറിൻ്റെ ടൈമിലും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ബ്രെഡ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിലൊക്കെ അടിപൊളി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ ക്യാബേജും 1/4 കപ്പ് അളവിൽ തന്നെ ക്യാരറ്റും അതുപോലെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ക്യാബേജും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിട്ട് ഉപ്പും കുരുമുളകും പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് 1 ടേബിൾ സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൽ ആക്കിയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഒരു ബോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് 8 തൊട്ടിട്ട് 10 ബ്രെഡ് ബോൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ബ്രെഡ് ബോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മൈദയുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മൈദയും കൂടിയിട്ടൊന്ന് തിക്കായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താണ് കേട്ടോ ഇത്. അതിലേക്ക് ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. മുളക് പൊടിയും ഉപ്പുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കൻ ബ്രെഡ് ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കാനായിട്ട് ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ആക്കി ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു ബ്രെഡ് ബോൾസ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൈദയുടെ ബാറ്ററിലാക്കിയോണ്ട് തന്നെ നമുക്കിത് ഓയിലൊന്നും കുടിക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇനി ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്